ഹായ് എവരിവൺ. സോ നിങ്ങൾ അനലിസ്റ്റ് ജോബിനോടാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ 3 വാക്കൻസീസ് പറയുന്നുണ്ട്. അതിൽ ഒന്ന് ബിസിനസ് അനലിസ്റ്റും, ഒന്ന് ക്വാളിറ്റി അനലിസ്റ്റും, ഒന്ന് മാർക്കറ്റ് അനലിസ്റ്റും. സോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ടോട്ടൽ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 3 ബിസിനസ് അനലിസ്റ്റും ഒരു ക്വാളിറ്റി അനലിസ്റ്റും. സോ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലെ 4 ഇന്ന് 3 ടോട്ടൽ 7 വാക്കൻസീസാണ് അനലിസ്റ്റിന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ജെന്യൂനായിട്ടാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഈ 7 എണ്ണത്തിലോട്ടും അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം ഈ 7 എണ്ണവും ഫ്രഷേഴ്സിന് മാത്രമുള്ളതാണ്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 7 എണ്ണത്തിലോട്ട് അയക്കുന്നുണ്ടെങ്കിൽ 7 എണ്ണത്തിൻ്റെയും CV ഡിഫറെൻ്റ് ആയിരിക്കാൻ നോക്കുക. കാരണം ഓരോ കമ്പനീസിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജോബ് റോൾ ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓരോ കമ്പനീസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജോബ് റോൾ എന്താണെന്ന്. ആ ജോബ് റോൾ വെച്ചുകൊണ്ട് മാത്രം ഒരു CV പ്രിപ്പയർ ചെയ്യുക. ആ CV യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ 7 എണ്ണത്തിൽ അറ്റ്ലീസ്റ്റ് 2-3 എണ്ണെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ടൈം ഒട്ടും വേസ്റ്റ് ആക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കമ്പനിയുടെ വെബ്സൈറ്റ്. ഞാൻ ഡയറക്റ്റ്ലി ജോബ് പ്രൊഫൈലായിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഈ ഒരു ജോബ് റോളിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് വായിച്ചു നോക്കാം. ഓക്കെ, സോ റെസ്പോൺസിബിലിറ്റീസിൽ പറയുന്നത് ആകെ 5 പോയിൻറ്റ്സ് ഇവിടെ കമ്പനി പറയുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ഏബിൾ ടു തിങ്ക് ലൈക്ക് ആൻഡ് യൂസർ. ഓക്കെ, ഇതെല്ലാം ബേസിക് ആണ്. കാരണം ഫ്രഷർ ജോബ് റോൾ ആയതുകൊണ്ട് ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. എക്സ്പീരിയൻസ് ഇൻ MS പവർ പ്ലാറ്റ്ഫോം. സോ MS പവർ പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു ടൂളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറോ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ദയവ് നമ്മുടെ CVയിൽ ആഡ് ചെയ്യുക. കാരണം ഇവിടെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഗുഡ് അറ്റ് മാനേജിങ് എ ബാക്ക്ലോഗ് ഓഫ് ടാസ്ക്. ഇവിടെ ടാസ്ക് മാനേജ് ചെയ്യാനുള്ള സ്കിൽസാണ് ചോദിക്കുന്നത്. സോ വളരെ ഈസി ആയിട്ടാണ് പറയുന്നത് ഇവരുടെ. നോളജ് അബൌട്ട് ഓട്ടോമേഷൻ ആൻഡ് വില്ലിംഗ്നെസ് ടു ലേൺ ന്യൂ ടൂൾസ്. സോ ഇവിടെ പറയുന്നുണ്ട് വില്ലിംഗ്നെസ് ടു ലേൺ ന്യൂ ടൂൾസ്. ഇതൊരു ഫ്രഷർ ജോബ് ആയതുകൊണ്ട് ഏതൊരു കമ്പനിയും നമുക്കൊരു 3 to 6 മന്ത് ട്രെയിനിങ് തരും. കാരണം ആ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനി യൂസ് ചെയ്യുന്ന ടൂൾസിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ നമ്മളെ ജോലിക്ക് ഇരുത്തത്തുള്ളൂ. സോ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ നമ്മൾ പുതിയ ടൂൾസ് പഠിക്കാനുള്ള ഒരു വില്ലിംഗ്നെസ് കാണിക്കണം എന്നാണ് പറയുന്നത്. സോ എല്ലാം ബേസിക്കാണ്. സോ ഇതെല്ലാം നമ്മുടെ CVയിൽ ആഡ് ചെയ്യാൻ നോക്കാം. ഇത്രയും ഇവിടെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ പറയുന്നുള്ളൂ. ഇനി അടുത്തത് സ്പെഷ്യലിസ്റ്റ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ എന്തിനാണ് വായിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങൾക്കൊരു ടെക്നിക്കൽ റൗണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. സോ ടെക്നിക്കൽ റൗണ്ടിൽ ആ കമ്പനി അവരുടെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോവുക. സോ ആ ഒരു ടെക്നിക്കൽ റൗണ്ട് ഫേസ് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു 6 പോയിൻറ്റ്സ് ഒന്ന് നല്ലപോലെ അറിഞ്ഞിരിക്കാൻ നോക്കുക. കാരണം ഇവിടെ പറയുന്നത് മുഴുവൻ ടെക്നിക്കലായിട്ടുള്ളൊരു ടേംസ് ഒക്കെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അജൈൽ പ്രോസസ്സ്. സോ നിങ്ങൾക്ക് അജൈൽ പ്രോസസ്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ തിയറിറ്റിക്കലി ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് നോക്കിയതിന് ശേഷം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുക. ദെൻ റിവ്യൂയിങ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രിപ്പയറിംഗ് സിനാരിയോസ്. സോ ആദ്യം സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്നറിഞ്ഞിരുന്നാൽ മാത്രമേ അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ഓഫ് ഓൾ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ദെൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് നമുക്ക് ഡിസൈൻ ടീമിനെ ഏൽപ്പിക്കാം. ദെൻ ഇൻട്രാക്ടിങ് വിത്ത് ക്ലയൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ്, ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സോ ഇതെല്ലാം ബേസിക്കായിട്ടാണ് പറയുന്നത് കീ സ്കിൽസാണ്. സോ ഇവരോട് പറയുന്നുണ്ട് അനലിറ്റിക്കൽ സ്കിൽസ്, തറോനെസ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, കസ്റ്റമർ സർവീസ് കോമ്പിറ്റൻസി, അബിലിറ്റി ടു വർക്ക് ഇൻ ടീംസ്. സോ ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള സ്കിൽസാണ്. സോ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവരിവിടെ തന്നെ പറയുന്നുണ്ട് പേ സ്കെയിൽ 10,000 to 15,000. ഓക്കെ, സോ ഒബ്വിയസ്ലി ഇതൊരു ഫ്രഷർ റോളായതുകൊണ്ട് 15K ഒരു ട്രെയിനിങ് പീരീഡിൽ ഒരു 15K ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ആഫ്റ്റർ ട്രെയിനിങ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ഹൈക്ക് കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെല്ലാവരുടെയും അങ്ങനെയാണ് നടക്കുന്നത്. സോ നിങ്ങൾ ഇതെല്ലാം വായിച്ചതിന് ശേഷം നല്ലൊരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ പറഞ്ഞിരുന്ന റെസ്പോൺസിബിലിറ്റീസും ടൂൾസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ട് മാത്രം ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. സോ അതിനുശേഷം ഇവരിവിടെ പറയുന്നുണ്ട് ആ റെസ്യൂമെ ഈ ഒരു മെയിൽ ID ഫോർവേഡ് ചെയ്യുക. ഇതാണ് ഈ കമ്പനിയുടെ മെയിൽ ID. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത CV ഈ മെയിലോട്ട് അയക്കാം. ജോബ് റോളിലെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കീ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കാം. ഇവിടെ എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. 1 to 3 years ഓഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ദയവ് ചെയ്ത് അപ്ലൈ ചെയ്യുക. കാരണം ജൂനിയർ പൊസിഷനാണ്. സോ എല്ലാ ജൂനിയർ പൊസിഷനും
ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻ കേസ് ഈവൺ ഇഫ് അവർ ഒരു എക്സ്പീരിയൻസ് ഇയർ പറയുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാൻ നോക്കാം. സോ അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, കാരണം നമ്മളൊരു ഫ്രഷർ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ താഴോട്ട് വന്നതെന്ന് വെച്ചാൽ നോക്കി, ഇവിടെ പറയുന്നുണ്ട് 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ്. ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് മതി. അത് 0 ആണെങ്കിൽ കുഴപ്പമില്ല. സോ നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജൂനിയർ എന്ന് കണ്ടെന്ന് വെച്ചാൽ അതൊരു ഫ്രഷറിന് ഓപ്പർച്യൂണിറ്റിയാണ്, ദയവേത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി വരാം. അറ്റൻഡ് പ്രീ സെയിൽസ് കോൾസ് ആൻഡ് മീറ്റിംഗ്സ് വിത്ത് പ്രൊസ്പെക്റ്റീവ് ക്ലയൻറ്റ്സ് ടു ഗ്യാദർ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, സോ ക്ലയൻറ്റുമായിട്ടുള്ള മീറ്റിങ്ങിൽ, പ്രീ സെയിൽസ് മീറ്റിങ്ങിൽ, സെയിൽസ് മീറ്റിങ്ങിൽ നമ്മൾ അവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഗ്യാദർ ചെയ്യണമെന്നാണ് പറയുന്നത്. ദെൻ അസിസ്റ്റ് ഇൻ പ്രിപ്പയറിംഗ് ഡീറ്റെയിൽ പ്രൊജക്റ്റ് പ്രൊപ്പോസൽ. പ്രൊജക്റ്റ് പ്രൊപ്പോസൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ദെൻ പിന്നെ ഇൻറ്റേർണൽ ടീമായിട്ട് അത് കൊളാബറേറ്റ് ചെയ്യുക. അനലൈസ് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ്, അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യുക. പ്രൊജക്റ്റ് ഫ്ലോ ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുക, റിക്വയർമെൻറ്റ്സ് വെച്ചൊരു ഫ്ലോ ഡയഗ്രാം പ്രിപ്പയർ. സോ ഇതെല്ലാം ബേസിക് ആയിട്ടാണ്, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന്. ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് സ്പെഷ്യലി നമ്മുടെ സി വിയിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്ത സി വി മാത്രം നമ്മൾ ഫോർവേഡ് ചെയ്യുക. നമ്മൾ ജനറലി ഒരു സി വി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് അവരുടെ ജോബ് റോൾ വെച്ച് നമ്മളൊരു സി വി പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്ത് സി വി വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക. ദെൻ കാൻഡിഡേറ്റ് പ്രൊഫൈൽ നമുക്ക് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, സോ BBA അല്ലെങ്കിൽ IT അല്ലെങ്കിൽ എനി റിലേറ്റഡ് ഫീൽഡ്. സോ ഏതൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആൾക്കും ഇത് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ബിസിനസ് അനലിറ്റിക്സ്. സോ നിങ്ങളൊരു ഫ്രഷ് ആണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ സ്ട്രോങ് അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. സോ ഇതെല്ലാം വീണ്ടും അഗെയിൻ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ എക്സലൻറ്റ് റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, ദെൻ പ്രൊഫഷൻ ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട്. സോ MS ഓഫീസ് ടൂൾസ് ആയ എക്സൽ, വേർഡ്, PPT അങ്ങനെയുള്ള കുറേ ടൂൾസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതെല്ലാം ദയവ് ചെയ്ത് നമ്മുടെ സി വിയിൽ ആഡ് ചെയ്യുക. നമ്മൾ ഈ ഒരു ടൂൾസ് എല്ലാം ആഡ് ചെയ്യാതെ നമ്മൾ പൈത്തണും SQL നമ്മൾ പഠിച്ച ജാവ, C++ ഇതൊന്നും ആഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവർക്ക് വേണ്ടത് മൈക്രോസോഫ്റ്റിൻ്റെ ടൂൾസും കാര്യങ്ങളാണ്. സോ അത് ദയവ് ചെയ്ത് ആഡ് ചെയ്തിട്ട് എക്സ്ട്രാ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ടൂൾസ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ദയവ് ചെയ്ത് ഇത് മിസ്സാവാതെ നോക്കാം. ദെൻ ഫെമിലിയാരിറ്റി വിത്ത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. സോ ഇവിടെ നിന്ന് കിട്ടാവുന്ന കുറേ കീവേഡ്സ് നമ്മൾ എടുക്കുക, ആഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇതെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഒരു റെസ്യൂമെ ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് അപ്ലൈ ചെയ്യുക. സോ മൂന്നാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ജൂനിയർ മാർക്കറ്റിംഗ് അനലിസ്റ്റ് ആണ്. സോ ഫെദർസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഹയർ ചെയ്യുന്നത്. സോ അവരുടെ കമ്പനിയുടെ പ്രൊഫൈലോട്ട് വരിക. ഇവിടെ നമുക്ക് കീ റെസ്പോൺസിബിലിറ്റി നോക്കാം. സോ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ പൊസിഷൻ ആയതുകൊണ്ട് ഫ്രഷർ ദയവ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവരിവിടെ പറയുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് 5 പോയിൻ്റാണ്. മാർക്കറ്റ് റിസർച്ച്, ക്യാമ്പയിൻ സപ്പോർട്ട്, കണ്ടന്റ് ക്രിയേഷൻ, പെർഫോമൻസ് അനാലിസിസ്, റിപ്പോർട്ടിംഗ്. ഈ 5 കീവേഡ്സും ആഡ് ചെയ്ത് ഒരു CV പ്രിപ്പയർ ചെയ്യുക. ഈ 5 കീവേഡ്സ് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതർ ആൻഡ് അനലൈസ് ഡാറ്റ ഓൺ ഇൻഡസ്ട്രി ട്രെൻഡ്. സോ ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് ആഡ് ചെയ്യുക. ദെൻ അസിസ്റ്റ് ഇൻ പ്ലാനിങ്, എക്സിക്യൂട്ടിങ്, ട്രാക്കിങ്. സോ ഒബ്വിയസ്ലി ക്യാമ്പയിൻ സപ്പോർട്ടിങ്ങിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് അസിസ്റ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. സോ ഈ കീവേഡ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എല്ലാം ആഡ് ചെയ്യുക. കണ്ടന്റ് ക്രിയേഷനിൽ വരുന്ന എന്താ പറയുന്നത്. സോ ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം, ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഇത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് ഏതൊക്കെ കീവേഡ്സാണ് നമുക്ക് നമ്മുടെ CVയിൽ ആഡ് ചെയ്യേണ്ടത്. ദെൻ റിക്വയർമെൻറ്റ്സ് ആണ് എഡ്യൂക്കേഷൻ, ഒരു ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ഓർ ബിസിനസ്, ഓക്കെ റിലേറ്റഡ് ഫീൽഡ്, ഏതൊരു ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. എക്സ്പീരിയൻസ് 1 to 2 years ഓഫ് എക്സ്പീരിയൻസ്, റെലവൻറ്റ് എക്സ്പീരിയൻസ്. സോ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ പ്രിഫേർഡ് ആണ്. ഓക്കെ, മാൻഡേറ്ററി അല്ല, പ്രിഫേർഡ് ആണ്. 1 to 2 years, ഒരു 1 or 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചാൽ പ്രിഫറബിൾ ആണ്, പക്ഷേ മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് ഫ്രഷേഴ്സ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ നോക്കുക. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾ. ഒബ്വിയസ്ലി വളരെ ഡയറക്റ്റായിട്ടാണ് പറയുന്നത്, മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട്. ദെൻ അനലിറ്റിക്കൽ സ്കില്ല്, സ്ട്രോങ് എബിലിറ്റി ടു ഇൻറ്റർപ്രറ്റ് ഡാറ്റ. ഓക്കെ, സോ ഇതെല്ലാം വളരെ ബേസിക് ആണ്.
കമ്മ്യൂണിക്കേഷൻ സ്കിൽ എക്സലൻറ്റ് റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. സി വളരെ ഡയറക്റ്റഡ് ആണ് അവർ പറയുന്നത്. സോ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മുഴുവനായിട്ട് വായിച്ചിട്ട് ഇവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്തിട്ട് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. ആ CV നമ്മളിത് ഈ മെയിൽ ഐ ഡിയിലോട്ട് ഫോർവേഡ് ചെയ്യുക. സോ ഇതാണ് ആ കമ്പനിയുടെ മെയിൽ ഐ ഡി.